നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗൾഫ് രാഷ്ട്രങ്ങളെ ഒന്നടങ്കം ആവേശലഹരിയിലാഴ്ത്തിക്കൊണ്ട് ഫുട്ബോൾ മാമാങ്കം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകമെമ്പാടും ആരാധകർ കാത്തിരിക്കുന്ന ഈ മാമാങ്കം ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമ്പോൾ ഏറെ ആഹ്ലാദത്തിലുമാണ് പ്രവാസികൾ. അങ്ങനെ ചില പ്രവാസികൾക്ക് പോകാൻ കഴിയാത്തതിന്റെ നിരാശയുണ്ടെങ്കിലും ആ നിരാശയെല്ലാം ദുബായ് തീർക്കുകയാണ്. അതെ, പല കാരണങ്ങളായി UAE നിന്ന് ഖത്തറിൽ പോയി ലോകകപ്പ് കാണാൻ കഴിയാത്തവർക്ക് മത്സരത്തിന്റെ ആവേശം ഒട്ടും ചോരാതെ ദുബായിൽ നിന്ന് ബിഗ് സ്ക്രീനിൽ നിങ്ങൾക്ക് കളി കാണാൻ അവസരം. ദുബായിലെ സന്ദർശകരുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ദുബായ് എക്സ്പോ സിറ്റിയിൽ ഉൾപ്പെടെ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന ഫാൻ സോണിൽ ചെന്ന് ഫിഫ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും ആരാധകർക്ക് തത്സമയം കാണാൻ കഴിയുന്ന മികച്ച സംവിധാനങ്ങളാണ് അധികൃതർ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കളി ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ ഒട്ടേറെ വിനോദ പരിപാടികൾ അനുഭവിക്കാനും ഗെയിമുകൾ പങ്കെടുപ്പിക്കാനും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ഫാൻ സോണുകളിലായി 12,500 കാണികൾക്ക് ലോകകപ്പ് മത്സരങ്ങൾ കാണുവാനുള്ള സൗകര്യമാണ് ദുബായ് എക്സ്പോയുടെ സൈറ്റായ എക്സ്പോ സിറ്റിയിൽ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. നവംബർ 20 ഞായറാഴ്ച ഫിഫ ലോകകപ്പ് ടൂർണമെന്റ് കിക്ക് ഓഫ് ചെയ്യപ്പെടുമ്പോൾ എക്സ്പോ സിറ്റിയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ജൂബിലി പാർക്കിലെ ഫാൻ സിറ്റിയിൽ 10,000 കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തും. ബഡ്വേസർ ടെന്റും ഷിഷ ലോഞ്ചും ജംബോ ടെലിവിഷൻ സ്ക്രീനുകളുമായി അസ്മരണീയമായ അനുഭവമായിരിക്കും കളി ആരാധകർക്കായി ഫാൻ സിറ്റി ഒരുക്കുക. ജൂബിലി പാർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 1:30 വരെയും വാരാന്ത്യങ്ങളിൽ ഉച്ച മുതൽ പുലർച്ചെ 1:30 വരെയും തുറന്നിരിക്കും. 30 ദിർഹമാണ് ജൂബിലി പാർക്കിലേക്കുള്ള പ്രവേശന ഫീസ് എന്നത്. ഡിസംബർ 3 ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ലോകകപ്പിലെ 2ാം റൗണ്ട് മത്സരങ്ങൾ മുതൽ എക്സ്പോ സിറ്റിയിലെ അൽവാസൽ പ്ലാസിൽ ആരാധകർക്ക് VIP വരവേൽപ്പായിരിക്കും ലഭിക്കുക. ഇവിടെ 4 വലിയ സ്ക്രീനുകൾ മത്സരങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യും. അൽവാസൽ ഡോമിന്റെ കൂറ്റൻ ക്യാൻവാസിലുടനീളം ഇൻ-ഗെയിം ഗ്രാഫിക്സുകളും പ്രോജക്ട് ചെയ്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്. മത്സരം കൂടുതൽ ആസ്വാദകരമാക്കും. 2,500 സന്ദർശകരെ വരെ അൽവാസൽ പ്ലാസയ്ക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. അടുത്തത് ലണ്ടൻ, മെക്സിക്കോ സിറ്റി, റിയോ ഡി ജനീറോ, സാവോ പോളോ, സിയോൾ എന്നിവയ്ക്കൊപ്പം 6 മുൻനിര അന്താരാഷ്ട്ര ഫാൻ ഫെസ്റ്റിവലുകളിൽ ഒന്നിന് ആതിഥേയത്വം വഹിക്കാൻ ദുബായ് നഗരത്തെ ഫിഫ നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു. ദുബായ് ഹാർബറിലെ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ലോകകപ്പ് തീരുന്നതുവരെ ഫാൻ ഫെസ്റ്റിവലും അരങ്ങേറുന്നതായിരിക്കും. 10,000 പേർക്ക് വരെ ഇവിടെ എത്തി കളി കാണാനുള്ള വിശാലമായ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 4 ഡയമെൻഷൻ ഓഡിയോ സജ്ജീകരിച്ചിരിക്കുന്ന ഭീമാകാരമായ 330 ചതുരശ്ര മീറ്റർ സ്ക്രീനുകളിലായിരിക്കും ലോകകപ്പ് മത്സരങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുക. തത്സമയ സംഗീത പരിപാടികളും DJ പെർഫോമൻസുകളും ഭക്ഷണപാനീയങ്ങളും ഗെയിമുകളും വിവിധ ആക്ടിവിറ്റികളും ഇവിടെ ആരാധകർക്ക് ആസ്വദിക്കാൻ കഴിയും. ഇവിടെ ഫിഫ ലോകകപ്പ് സ്പോൺസർമാരിലൊന്നായ അഡിഡാസ് മത്സരങ്ങൾ ആസ്വദിക്കാനും സെലിബ്രിറ്റികളെ കാണാനുമുള്ള സൗകര്യങ്ങളോടെ 1050 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് അൽ റിഹ്ല ക്യാമ്പസ് സ്ഥാപിക്കും. പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബുകളുമായും സംഘടനകളുമായും സഹകരിച്ച് വിനോദ പരിപാടികളും മറ്റും അധികൃതർ സംഘടിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ദുബായിലെ സ്പോർട്സിനെ പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സവിശേഷ വേദിയാണ് ബിഗ് സ്ക്രീനിൽ കളിയാരവം മുഴങ്ങുന്ന ദുബായിലെ മറ്റൊരു വേദി. പ്രിസിഷൻ ഫുട്ബോൾ മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോമായ പ്രസ് പ്ലേ ഒരു ഫാൻ സോണാക്കി മാറ്റും. ഇവിടെ 250 ചതുരശ്ര മീറ്റർ സ്ക്രീനിൽ ലോകകപ്പിന്റെ 63 മത്സരങ്ങളും സംപ്രേഷണം ചെയ്യും. സ്റ്റേഡിയത്തിന്റെ നിലവാരമുള്ള ശബ്ദവും അന്തരീക്ഷവും ഇവിടെ ഒരുക്കുമെന്നതാണ് മറ്റ് ഫാൻ സോണുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഭക്ഷണപാനീയങ്ങൾ, വിനോദ സംഗീത പരിപാടികൾ തുടങ്ങിയവയും ഈ ഫാൻ സോണിൽ ഉണ്ടാകും. സോഫകൾ ഉൾപ്പെടെ ഓരോ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സീറ്റുകളിൽ നിന്ന് മത്സരങ്ങൾ ആസ്വദിക്കാൻ ഇവിടെ നിന്ന് കഴിയും എന്നതും മറ്റൊരു സവിശേഷതയാണ്. വിഐപികൾക്കായി വ്യക്തിഗത സ്ക്രീനുകളും ടേബിൾ സൈഡ് ഹോസ്പിറ്റാലിറ്റി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭിക്കും. ഈ ഫാൻ സോണിൽ എല്ലാ പ്രായക്കാർക്കും പ്രവേശനം ലഭിക്കുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ബീച്ച് ഫ്രണ്ട് ഡെസ്റ്റിനേഷൻ. എല്ലാ ലോകകപ്പ് മത്സരങ്ങളും റൂയിൻ ആർട്ടുമായി സഹകരിച്ച് വ്യക്തികളുടെ ഇഷ്ടത്തിനനുസൃതമായി തയ്യാറാക്കുന്ന പിക് ലോഞ്ചിൽ പ്രദർശിപ്പിക്കും. ഓരോ സമയം 60 അതിഥികൾക്ക് മാത്രമായിരിക്കും ഇവിടെ പ്രവേശനം. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ തന്നെ കളി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഐപികൾക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ടേബിൾ സൈഡ് സേവനങ്ങളോടൊപ്പം തന്നെ ആഡംബര ചുറ്റുപാടുകൾ, കളികൾ കാണാനുള്ള സൗകര്യം ഇവിടെ ലഭിക്കും. ലഘുഭക്ഷണം ഉൾപ്പെടെ ഇവിടെ ടേബിളിൽ വിതരണം ചെയ്യും. ഒരാൾക്ക് കുറഞ്ഞത് 500 ദിർഹമാണ് പ്രവേശന ഫീസ്. ചെലവഴിക്കാനും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വൺ ആൻഡ് ഓൺലി റോയൽ മിറാഷിന്റെ സ്വകാര്യ ഗ്രൗണ്ടിൽ ഡ്രിഫ്റ്റ് ബീച്ചിന്റെ പുൽത്തകിടിയിലായിരിക്കും കളി കാണുന്നതിനുള്ള വലിയ സ്ക്രീൻ സ്ഥാപിക്കുക. കൂടാതെ അടുത്തത് സിറ്റീവ ഗ്രീൻ പ്ലാനറ്റ് ഏരിയയിൽ 3200 ചതുരശ്ര മീറ്റർ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള ഔട്ട്ഡോർ സ്റ്റേഡിയം ലോഞ്ചിൽ ഫുട്ബോൾ ആരാധകർക്ക് കളി ആസ്വദിക്കാനായി ഒരുക്കിയിരിക്കുന്നത് 96 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള സ്ക്രീനാണ്. ഇതോടൊപ്പം തന്നെ സൗജന്യ പാർക്കിങ്ങും വാലറ്റ് സേവനവും ഉൾപ്പെടെ ഒട്ടേറെ സൗകര്യങ്ങളും ലഭിക്കും. ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് മുമ്പ്
പ്ലേ സ്റ്റേഷൻ ടൂർണമെന്റും സജ്ജീകരിച്ചിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ഫുട്ബോൾ, ഫ്രീ സ്റ്റൈൽ ഷോകൾ, ലൈവ് DJ എന്നിവയും ഉണ്ടാകും. അടിപൊളി സംഗീതവും സ്മോക്ക് മെഷീനും ചേർന്ന ടീമുകൾ സ്കോർ ചെയ്യുന്ന ഏതൊരു ഗോളും ആഘോഷമാക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ദുബായിലെ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷനിലൊന്നായ നാദ് അൽ ഷബയിലെ സോഹോ ഗാർഡൻ ദുബായ് പുതിയ മോഡിയിൽ ഫാൻ സോണായി മാറിയിരിക്കുകയാണ്. 3000 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇവിടെ കളി ആസ്വാദകർക്കായി ഒന്നിലധികം ബിഗ് സ്ക്രീനുകൾ സജ്ജീകരിക്കും. മത്സരങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ പിക്നിക് ടേബിളുകളിൽ നിന്നോ VIP ബൂത്തുകളിൽ നിന്നോ ഭക്ഷണപാനീയങ്ങളും ഡാൻസും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഫാൻ സോൺ സജ്ജീകരിച്ചിട്ടുള്ളത്. വിവിധ ഗെയിമുകൾക്കും മത്സരങ്ങൾക്കൊപ്പം DJകളും തത്സമയ സംഗീത പ്രകടനങ്ങളുടെയും നിര തന്നെ കാണികൾക്ക് വിനോദം പകരാൻ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്തത് UAE തന്നെ ഏറ്റവും വലിയ TV സ്ക്രീനിൽ കളി കാണാൻ ആഗ്രഹമുള്ളവർ ദുബായ് മീഡിയ സിറ്റിയിലെ ആംഫി തിയേറ്ററിലേക്ക് പോകുന്നതാകും നല്ലത്. എന്ന് മാത്രമല്ല, കുടുംബത്തോടൊപ്പം കളി ആസ്വദിക്കാനുള്ള വിപുലമായ സൗകര്യങ്ങളും ഈ ഫാൻ സോണിൽ ഒരുക്കിയിട്ടുണ്ട്. ലോകകപ്പ് മത്സരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ഐറിഷ് പബ് ശൃംഖലയായ മക്ഗേറ്റൻസ് ദുബായ് മീഡിയ സിറ്റി ആംഫി തിയേറ്റർ ഏറ്റെടുത്തിരിക്കുകയാണ്. 5000 ആരാധകരെ വരെ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് പാർക്കിലുടനീളമുള്ള സ്ഥലങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. നവംബർ 20 ആകുമ്പോഴേക്ക് 1600 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മെഗാ ബീച്ച് സ്റ്റേഡിയം തുറക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് മറീനയിലെ വാട്ടർ ഫ്രണ്ട് ഹോട്ടലായ ഹിൽട്ടൺ ദുബായ് ജമേറ. ഔട്ട്ഡോറിൽ 1000 പേർക്ക് കളി കാണാൻ കഴിയുന്നതായിരിക്കും ബീച്ച് സ്റ്റേഡിയം. കൂടാതെ ദി ബീച്ച്, ടൈഗർ ബാർ, വേവ് ബ്രേക്കർ, ദി ഗാർഡൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത പേരുകൾ ഇട്ടിരിക്കുന്ന ഫാൻ സോണുകളിലായി നിരവധി വലിയ സ്ക്രീനുകളിലായിരിക്കും മത്സരങ്ങൾ പ്രദർശിപ്പിക്കുക. അടുത്തത് ഒരു ഫുട്ബോൾ പാർക്ക് ഒരുക്കിയാണ് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ ലോകകപ്പിനെ വരവേൽക്കുക. മികച്ച റെസ്റ്റോറന്റുകളും ബട്ട്ലർമാർ ഉൾപ്പെടെയുള്ള സ്വകാര്യ ലോഞ്ചുകളും ഡ്രൈവർ സേവനങ്ങളും ഉൾപ്പെടെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സെലിബ്രിറ്റികൾക്കും മുൻ ഫുട്ബോൾ താരങ്ങൾക്കുമൊപ്പം ലോകകപ്പ് മത്സരങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഉൾപ്പെടെ ആഡംബരപൂർണമായ കാഴ്ചാനുഭവമായിരിക്കും ഫുട്ബോൾ പാർക്ക് സമ്മാനിക്കുക. സാംസ്കാരിക പരിപാടികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആർട്ട് ദുബായ് ഗ്രൂപ്പും വിനോദം, കായികം, ഫുഡ് ആൻഡ് ബിവറേജസ് മേഖലകളിൽ ബിസിനസ് നടത്തുന്ന ഹോക്കോ ഏജൻസിയും ചേർന്നാണ് ഇവിടെ ഫുട്ബോൾ പ്രേമികൾക്കായി ഫാൻ സോൺ ഒരുക്കിയിട്ടുള്ളത്. അടുത്തത് നവംബർ 20 മുതൽ ലോകകപ്പ് മത്സരങ്ങൾ പ്രദർശിപ്പിക്കാൻ ഫാൻ സോണായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് സോൾ ബീച്ച് ദുബായ് എന്ന ബീച്ച് ക്ലബ്. വേദിയുടെ രണ്ടറ്റത്തും സജ്ജീകരിച്ച 2 കൂറ്റൻ സ്ക്രീനുകളിലായിരിക്കും കളി കാണാൻ അവസരം. ബീച്ച് ബെഡുകൾ, പൂൾ ബെഡുകൾ, ഓൺ സൈറ്റ് റെസ്റ്റോ ലോഞ്ച്, പെർബോള സീറ്റിംഗ്, പൂൾ കെബാനുകൾ തുടങ്ങി 2 പേർ മുതൽ വലിയ ഗ്രൂപ്പുകൾക്ക് ഇവരെ ഒന്നിച്ചിരിക്കുന്ന കളി കാണാനുള്ള മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാവുന്ന കെബാനുകൾക്ക് 300 ദിർഹം മുതൽ 3000 ദിർഹം വരെയാണ് നിരക്ക്. അടുത്തത് JBRലെ ബീച്ച് ഫ്രണ്ട് റിസോർട്ട്. ലോകകപ്പ് വേളയിൽ ഫുട്ബോൾ ആരാധകർക്കായി എയർ കണ്ടീഷൻ ചെയ്ത ടെന്റ് ഒരുക്കിയാണ് ഫാൻ സോൺ സ്ഥാപിച്ചിരിക്കുന്നത്. ഹോട്ടലിന്റെ ഇവന്റ്സ് ലോണിൽ സ്ഥിതി ചെയ്യുന്ന 250 പേർക്ക് ഇരിക്കാവുന്ന കൂടാരത്തിൽ കളി കാണുന്നതിനായി ഒന്നിലധികം സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെയും ടീമുകളുടെയും നിറങ്ങളിൽ ടെന്റ് അലങ്കരിക്കും. ഭക്ഷണവും പാനീയങ്ങളും ഇവിടെ വിതരണം ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.